ചുമ്മാ തള്ളി നാട്ടുകാർ പറയുന്നത് തന്നെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. ഞാനാണിത്. ഇവിടെ തന്റെ ഭാര്യ പോലും നാട്ടിലിറങ്ങി നാട്ടുകാരോട് പറയാൻ തുടങ്ങി തന്നെ കൊണ്ട് വീട്ടിൽ ഭയങ്കര ശല്യമാണ്. എന്റെ പൊന്നേട്ടാ, അത് എന്റെ കുഴപ്പം കൊണ്ടല്ലെന്ന്. എന്ത്? അത് അവളെ കുഴപ്പം കൊണ്ടല്ലേ. ഏതവിടെ കുഴപ്പം? എന്റെ വൈഫിന്റെ. വൈഫിന്റെ? ആ, എന്റെ പെണ്ണും പിള്ള. എന്ത് കുഴപ്പം? എന്റെ മനോട്ട, ഞാനൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. എന്ത് കാര്യം? ഉദാഹരണത്തിന് നിങ്ങളൊരു പശുവിനെ വളർത്തുന്നു. ഞാനൊരു പശുവിനെ വളർത്തുന്നു. അതിന് കൃത്യമായിട്ട് കാലിത്തീറ്റ കൊടുക്കുന്നു, പിണ്ണാക്ക് കൊണ്ട് കൊടുക്കുന്നു, പുല്ല് എത്തി കൊണ്ട് കൊടുക്കുന്നു. ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തതിന് ശേഷം വൈകുന്നേരം ആകുമ്പോ അപ്പുറത്തെ സുഭാഷ് കറക്കാൻ വന്നാൽ നിങ്ങൾക്ക് സൂഹിക്കുമോ? അത് സൂഹിക്കത്തില്ല. അതാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചേട്ടനറിയാമോ, ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടു ബുദ്ധിമുട്ട് പാടുപെട്ട് പണി എന്റെ പറ്റി പണി ചെയ്യുന്ന കാര്യമല്ല പറഞ്ഞ. ഞാൻ രാവിലെ മുതൽ ഷാപ്പിലിരുന്ന് അടിച്ച് സെറ്റായിട്ട് രാത്രി ആകുമ്പോൾ എഴഞ്ഞും വലിഞ്ഞും ഞാൻ എന്റെ വീട്ടിൽ കയറി വരുന്നത് അറിയോ. അതുകൊണ്ട് അപ്പൊ ഞാൻ കാണുന്ന കാഴ്ച എന്താണ്? എന്റെ വൈഫ് മറ്റൊരു പുരുഷനായിട്ട് സ്പീച്ച് എന്റെ പെണ്ണും പിള്ള വേർത്തോട്ടത്ത് സംസാരിക്കുന്നത്. പണ്ടത്തെ കാലമല്ല ഇപ്പോഴത്തെ കാലം. അവര് സോഷ്യലായിട്ട് എന്തെങ്കിലും സംസാരിച്ചതായിരിക്കും. ആണോ? സോഷ്യലിസം കാണിക്കാനേ. ഇത് കാറൽ മാർക്സിന്റെ വീടൊന്നുമല്ല, എന്റെ സ്വന്തം വീടാ. ഞാൻ ചോദിക്കട്ടെ, ഒരു വീട്ടിലൊരു പുരുഷനില്ലാത്തപ്പോ അവന്റെ വൈഫോട്ട് മറ്റൊരു പുരുഷൻ സംസാരിക്കുന്നതാണോ കേരളത്തിലെ സോഷ്യലിസം? എന്നിട്ട് താൻ എന്ത് ചെയ്ത്? ഒരക്ഷരം മിണ്ടാൻ പോയില്ല. ഞാൻ ഓരോ ഡിസ്റ്റർബ് ചെയ്യാൻ ഞാൻ പോയില്ല. ഞാൻ മിണ്ടാതെ പുറകെ കൂടി പതുങ്ങി ചെന്നിട്ട് ഒരൊറ്റ ചവിട്ടിന് അവിടെ നട്ടലൊടിച്ചു. എന്ത് വൃത്തിയായിട്ട പരിപാടിയാണ് താൻ കാണിച്ചത്? തനിക്ക് അത്ര ധൈര്യം ഉണ്ടായിരുന്ന മുമ്പിൽ കൂടെ തന്നെ ചവിട്ടാൻ മേലായിരുന്നു. മുമ്പിൽ കൂടി ചവിട്ടി അവൾ എന്റെ നട്ടലൊടിക്കത്തില്ല, അപ്പൊ എനിക്ക് നട്ടല് വേണ്ടേ? എടോ, ആണുങ്ങളായാലേ ആണത്തം വേണം. തന്റെ ഭാര്യയായിട്ട് ആണൊരുത്തൻ അവിടെ സംസാരിച്ചിരിപ്പില്ലായിരുന്നോ? എനിക്ക് അയാൾക്കിട്ട് ചവിട്ടാൻ മേലായിരുന്നോ? പരിചയമില്ലല്ലോ. പരിചയമില്ലാത്ത ഒരാളെ നമ്മൾ പുറകെ കുടിക്കുന്ന അറ്റാക്ക് ചെയ്യുന്ന മോശമല്ലേ? അത് ശരി, സ്വന്തം വീട്ടിലാണെ പോലും. വീട്ടിലാണ്. ഈ സംഭവങ്ങളൊക്കെ പോട്ടെ, ഈ മക്കളെന്ന് പറഞ്ഞാൽ ആരാ? മക്കളെന്ന് പറഞ്ഞാൽ എന്റെ തന്ത്രയൊന്നും ഇല്ലാണോ? ഇവിടെ മക്കളെന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവം തരുന്നതാണ്. തനിക്ക് ദൈവം തന്നായിരിക്കും. ഞാൻ എന്റെ പിള്ളേരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ. നമ്മൾ കഷ്ടപ്പെട്ടാലും ക്രെഡിറ്റ് മുഴുവൻ ദൈവത്തിനാ. അപ്പൊ നമ്മൾ കഷ്ടപ്പാടുള്ള യാതൊരു വിലയില്ല ഇവിടെ. അപ്പൊ താൻ കഷ്ടപ്പെട്ടതാണല്ലോ. പിന്നെ എന്തിനാണ് താൻ തന്റെ മൂത്ത ചെറുക്കനെ എടുത്തിട്ട് ഇതുപോലെ അടിക്കുന്നത്? എന്റെ പൊന്നേട്ട, എന്റെ മോനെ തല്ലാൻ എന്തേലും കാരണമില്ല ഞാൻ അവനെ തല്ലുവോ? എന്ത് കാരണം? ഒരു ദിവസവും വീട്ടിലോട്ട് കയറി വന്നപ്പോ ഞാൻ ചോദിച്ചു, സുമേഷേ നീ എവിടെ പോയിട്ട് വരാന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറ അവൻ അമ്പലത്തിൽ പോയില്ല. പിള്ളേർ രാവിലെ കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞാൽ വളരെ നല്ല ശീലമല്ലേ? ആയിക്കോട്ടെ. ഞാൻ ചോദിച്ചു, നീ ഇന്ന് അമ്പലത്തിൽ പോകേണ്ട കാര്യം എന്താന്ന് വെച്ചു. അവൻ പറഞ്ഞെന്താന്നറിയാ? അവൻ അമ്മയുടെ പേര് പുഷ്പാഞ്ജലി കഴിക്കാൻ പോയിരുന്നു. അമ്മയോട് സ്നേഹമുള്ള പിള്ളേരാകുമ്പോ ചിലപ്പോ അമ്മയുടെ പേര് പുഷ്പാഞ്ജലി കഴിച്ചെന്നിരിക്കും. അമ്മയുടെ പേര് പുഷ്പാഞ്ജലി കഴിച്ചോട്ടെ, സമ്മതിച്ചു. പക്ഷെ അത് കേൾക്കുമ്പോ അച്ഛനായി എനിക്കൊരു ഫീലിങ്സ് ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, നീ അമ്മയുടെ പേര് പുഷ്പാഞ്ജലി കഴിച്ച് നീ അച്ഛന്റെ പേരിൽ എന്ത് കഴിക്കുന്നത്? അവൻ പറഞ്ഞെന്തെന്നറിയാം. എന്താ പറഞ്ഞേ? എന്റെ പേരിൽ അപ്പുറത്തെ രായപ്പൻ ചേട്ടന്റെ കടയിൽ പോയി 3 പുട്ടും 2 ബീഫ് കറിയും കഴിച്ചത്. കാലവരി നിലത്തടിക്കണ്ടവനെ. എനിക്ക് ചെലവുണ്ടാക്കിട്ട് വന്നിരിക്കുക റാസ്കൂൾ. ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കുടുംബ ജീവിതം നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. എനിക്ക് ഇപ്പൊ ഇത്ര അഡ്ജസ്റ്റ്മെന്റ്. ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ ഭാര്യ, അവള് ടിവിയിൽ പുതിയൊരു റിയാലിറ്റി ഷോ തുടങ്ങിയിട്ടുണ്ട്, മകളാരത്നം. അതിനകത്ത് പങ്കെടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവളെ കൊണ്ട് പോകാൻ പോവാ. അവൾ എന്ത് പറഞ്ഞാൽ ആ നിമിഷം ഞാൻ അനുസരിച്ചിരിക്കും. അതങ്ങനെ അണയാൻ പോണത് ആളിക്കത്തും അങ്ങോട്ട് കത്തട്ട. അല്ലെങ്കിൽ ഞാൻ നിന്നോട് പറയാൻ പോയ എന്നെ പറഞ്ഞോണ്ടാ മതിയല്ലോ. എന്ത് ചെയ്യാൻ?